വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. യെസ്, നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലേഷ്യയുടെ തെരുവിലല്ല, മലേഷ്യയുടെ വലിയൊരു സിറ്റി അല്ല, മലേഷ്യയുടെ വലിയൊരു സിറ്റി മലേഷ്യ കൂടെ അത് തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നമ്മൾ ഇവിടെ വരെ വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എയർപോർട്ടിലെത്തി പരിപാടിയെല്ലാം കഴിഞ്ഞു, ചെക്കിനൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഫുഡും കഴിച്ചു. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാറ് ആക്ച്വലി. അപ്പം ഇവന് കുറച്ച് നേരത്തെ വീഡിയോ കാണും, എത്ര നേരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി പ്രേക്ഷകർ പറയുവാണെങ്കിൽ വീഡിയോക്ക് അത് വരാമെന്ന് പുള്ളി പറഞ്ഞേക്കുന്നില്ല. നീ വീഡിയോ എടുക്കുന്നുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വരും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വരുന്ന വഴിക്ക് പറയും, നമ്മൾ പോകുന്ന വഴിക്ക് പറയാം. ഓരോ പരിപാടി കിടക്കുക എങ്ങനെ അല്ല, വീഡിയോയുടെ അവസാനം പറയാം, അതായത് നല്ലത്. വീഡിയോയുടെ അവസാനം പറയാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, പാക്കേജ് എത്രയായിരുന്നു, എത്ര ബഡ്ജറ്റായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്കിപ്പോൾ 1:20 ഫ്ലൈറ്റ് ഉണ്ട്. നമ്മൾ ചന്ത വരുന്നു, 1:20 ഫ്ലൈറ്റ്. സമയടാ 11:15 ഉള്ളൂ. ഇനി സമയം കിടക്കുന്നു, ചുമ്മാ അതിനോട് കറങ്ങി നടക്കും, എല്ലാത്തിനും വിലയൊക്കെ നോക്കി വെറുതെ നടക്കാം. എയർപോർട്ടിൻ്റെ തെരുവുകളിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. സമയം പോകണ്ടേ. നമ്മളെല്ലാത്തിനും വിലയൊക്കെ നോക്കുമായിരുന്നു. സമൂസക്കൊക്കെ 350 രൂപയൊക്കെ. ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് എന്നാന്ന് അറിയത്തില്ല, എന്താണാവോ അതറിയാം. പുരാതന വസ്തുവിൻ്റെ ഒക്കെ മണം. ശരിയാ, എന്തൊരു ഈ കടയുടെ ആയിരിക്കും. ഈ കടയിൽ നിന്ന് വന്നതാ, നല്ല മണം ഈ കടയിൽ നിന്ന്. കേരള ഹാൻഡിക്രാഫ്റ്റ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. ഭയങ്കര വിലയായിരിക്കും, അത് ഈ ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും. പക്ഷേ കടകളൊക്കെ ഒരുപാടുണ്ട്, നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ കടകളൊക്കെ ഉണ്ട്. പക്ഷേ കയറി കഴിഞ്ഞാൽ നല്ല റേറ്റാണ് എല്ലാത്തിനും. വിശ്രമിക്കാനിരുന്നു. ചന്ത അവിടെ ആരോടൊക്കെ ഫോണൊക്കെ വിളിച്ച് അവനവിടെ ഞങ്ങൾ ഓർക്കാം മലേഷ്യക്ക് അവനോട് തന്നെ സെപ്പറേറ്റ് സിം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവനെ കുറേ കഷ്ടപ്പെടും അവിടെ പോയി കഴിഞ്ഞാൽ. പിള്ളേരുടെ കാലമല്ലേ, നടക്കട്ടെ, നമുക്ക് ഒരൊറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്ന് മടുത്ത് ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കൊച്ചിയിൽ നോക്കുമ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കുറവാണ് ഒന്നിനും. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ചെക്കിനും നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ കൊച്ചിയിലാണെങ്കിൽ ഭയങ്കര തിരക്കല്ലേ, കാല് കുത്ത സ്ഥലമില്ല എനിക്ക് തോന്നിയേക്കുന്നത്. ആരുമില്ല, നമുക്ക് ചില്ലടിച്ച് നടക്കാം. എല്ലാത്തും ചില്ലടിച്ച് നടക്കുന്നത്. കൊച്ചിയിലെങ്ങനെ നടന്നവനും ഇങ്ങനെ നടക്കുകയില്ല, പിന്നെ എവിടെയെങ്കിലും പോയിരുന്നതിന്. അങ്ങനെയാണ് നമ്മുടെ ഗേറ്റ് 1 നമ്മൾ ഗേറ്റ് 1 പോയിക്കൊണ്ടിരിക്കുക. കാര്യം നമ്മുടെ ബാഗെല്ലാം അവിടെ കേട്ടോ ഇരിക്കുന്നത്. എന്താടാ, ബാറുണ്ട്. ഇത് മേളി ബാറാട്ടോ, ഹാങ്ങാർ ബാർ. അവന്മാരുടെ അട്രാക്ഷൻ അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിരിക്കാന്ന് വെച്ച് ബാഗൊക്കെ അവിടെ ഇരിക്കുക. എന്നിട്ട് സമയമുണ്ട് ഇനി. ഇല്ലടാ, എന്താ നമ്മുടെ പോട്ടില്ലല്ലോ. വരുന്ന വഴിക്ക് കോസ്റ്റ കോഫി കണ്ടപ്പോൾ അവൻ വിലയൊക്കെ നോക്കി കണ്ണു നല്ലത് ഇപ്പോൾ ഉണ്ട്. നല്ല വിലയുണ്ട് കേട്ടോ എല്ലാത്തിനും. അല്ല, ഇത് വാങ്ങിക്കുന്നുണ്ടോടാ, 150 രൂപ. മുമ്പേ കണ്ടോ ഒരു പുള്ളി കുറേ കൈ നിറഞ്ഞ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. വിശന്നാൽ പിന്നെ എല്ലാവരും വാങ്ങിക്കുമായിരിക്കും. പേരൊക്കെ മാറ്റിയിടാ, നമ്മുടെ ബ്ലോഗിൻ്റെ പേര് പോലും അറിയത്തില്ലാത്ത നമ്മുടെ ബ്ലോഗിൽ നിൽക്കുന്നു. ഞങ്ങൾ ഫേമസ് ആവുന്ന ഒരു ദിവസമുണ്ട്, അന്ന് പറ്റി ഫോട്ടോ ചോദിച്ചാൽ നീ വരും അല്ലടാ. പിന്നെ അല്ല, അതൊക്കെ എത്ര ഉള്ളു വായി അച്ഛനും അമ്മ എന്താണ് വേണ്ടിയിരിക്കുന്നു. നമ്മൾ ഡയറി മിൽക്ക് കണ്ടിട്ട് വില നോക്കാം. ഡയറി മിൽക്ക് എത്ര രൂപടാ?
ഇത് 2000 അല്ല, ഇതിന്റെ വില ഇട്ടിട്ടില്ല. ഇതിന്റെ 2300 സ്നിക്കേഴ്സിന്റെ മാർസിന്റെ 2300 റേഞ്ചാണ് വില. അതിന്റെ വില എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു. 300 ഗ്രാമെന്നേ ചെയ്തിട്ടുള്ളൂ. 26 പീസും. ഏതായാലും വിലയുണ്ടെന്ന് മനസ്സിലായി. വില കാണും. ടോപ്പർ ലോൺ ഇരിക്കുന്നു 1490 രൂപ. ഇതോ നമ്മുടെ ഫെറോ റോച്ചറിൻ്റെ വില കണ്ടോ, 1490. ഹെർഷീസ് 3000 രൂപ അടുത്ത് വരും. ടോപ്പർ ലോൺ 3300. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഇത് കാണുന്നവർക്ക് വലിയ ഇത് സ്ഥിരം പോകുന്നവർക്കൊന്നും അങ്ങനെ തോന്നി കാണില്ല. എന്തായാലും ഇത് പ്രത്യേക ഭംഗി എയർപോർട്ടിലെ വില കാണാൻ. നമ്മളങ്ങനെ ലാസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നു. ഇവിടുത്തെ ചെക്കിങ് കൊണ്ട് നമ്മൾ മുടിഞ്ഞ് പണ്ടാറ് അടങ്ങി. മോനെ എടുത്തില്ല, അത് കഴിഞ്ഞ് പറയാം. എല്ലാത്തിനും ഓർക്കാൻ മതി കിളി പോയിട്ടിരിക്കുമോ, എന്തൊക്കെ ചെയ്യുന്നു ആർക്കും അറിയത്തില്ല. അവര് വരുന്ന ചെയ്യുന്നതിനോട് നിൽക്കൊക്കെ പറഞ്ഞു കയറി. എന്തോ ചെക്കിങ് ആണെന്നറിയോ, ചെക്കിങ് അടുത്ത് വരാം. അയ്യോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ബാഗൊക്കെ എടുത്ത് വെച്ച് ബെൽറ്റ് ഇടാൻ പഠിക്കുക. ഞാൻ പഠിച്ചിട്ട് വേണം എനിക്കിടാൻ. പറ. അതെ, അവൻ എയർ ഏഷ്യ പോയിട്ട് ഇതൊക്കെ അറിയപ്പോഴത്തേന് സ്വർഗ്ഗലോകം കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഇത്രയൊന്നും കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അവൻ അത് കിട്ടിയില്ല. ട്രയൽസിൽ പോയപ്പോഴൊന്നും കിട്ടിയില്ല. സോറി, അതെ ഫ്ലൈറ്റിൽ പോയപ്പോ. അപ്പൊ നമ്മള് ബാക്കിയെല്ലാം എനിക്കൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞു. വെറുതെയാണോ പറ, സീറ്റ് ഇരുന്ന് പറടാ. നിന്നെ പിന്നെ കാണിക്കാം. Be careful when opening the overhead compartment and please take care of your belongings at all times. Smoking, including the use ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ മലേഷ്യ എത്തിയിരിക്കുന്നു. ഫ്ലൈറ്റ് വന്നപ്പോൾ ഇതിലേക്ക് നടന്നു. മലേഷ്യൻ എയർലൈൻസ്.
എന്നിട്ട് എക്സിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്തു. കുറച്ച് ഉറങ്ങിയല്ലടാ, നീ നല്ലപോലെ ഉറങ്ങി. എല്ലാവരും ഉറങ്ങി, ഞാനും കുറച്ച് നേരമൊക്കെ ഉറങ്ങി. രാത്രി ഫുഡൊക്കെ കൊണ്ടുവന്ന്. ഫുഡോ? വെളുപ്പിന് രാത്രി ഫുഡല്ലടാ, ഫുഡ്. നമ്മൾ ഇറങ്ങിയിട്ട് നോക്കട്ടെ ബാക്കി പരിപാടിയൊക്കെ എന്താന്ന്. ഇപ്പം എത്ര സമയടാ എന്തോ? ഇവിടെ 8:30, നമ്മുടെ നാട്ടിൽ 6 മണി, 2.5 മണിക്കൂർ. എയർപോർട്ട് കിടിലം കേട്ടോ, നമ്മുടെ അവിടുത്തെ പോലെ ഒന്നുമല്ല, കൊച്ചാക്കുമല്ല, എന്നാലും പറയണമല്ലോ, നല്ല അടിപൊളി. അതല്ല പിന്നെ തിരക്കുള്ള എയർപോർട്ടാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ കിടില്ല. നമ്മൾ ഇറങ്ങിയ ടൈമിൽ നമ്മുടെ പാരലായിട്ട് വേറൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, എയർ ഏഷ്യ എന്ന് തോന്നുന്നു, തൊട്ടപ്പുറത്ത് തന്നെ. നമ്മളവരെ പൊട്ടിച്ചു, നമ്മളത് ഇറങ്ങി. അപ്പോൾ സെയിം എയർപോർട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, അതിന് മീൻസ് ഇത്ര വലിപ്പം ഉണ്ടായിരിക്കുന്നല്ലേ. ഇത് ഇവിടുന്ന് പുറത്തിറങ്ങാൻ വലിയ പാടാട്ടോ, ഇവിടെ വഴിയൊന്നും അറിയത്തില്ല. ഇത് വെച്ചേക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റേ ഒരുമാതിരി വൃത്തിയായിട്ട് അങ്ങനെയൊന്നും ഇല്ലാതായാലും ഭയങ്കര നല്ല കളറും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ മലേഷ്യയിൽ 1-2 പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടി. അന്നയോ ടോയ്ലറ്റ് ടണ്ടാസ്, ടോയ്ലറ്റിന്റെ മലയാണ് ടണ്ടാസ്. എങ്ങോട്ടാ പോകുന്നുണ്ട്, എങ്ങോട്ടൊന്നും അറിയത്തില്ല. നമ്മള് എല്ലാവരും ഒരാളുടെ നടക്കുന്നതിന് ബാക്കിലായിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട്. ഇനി നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകണം. നമ്മുടെ ആരുടെ വരുന്നത്, നമ്മുടെ പിക്കിന് ആരോ വരും, പേര് പറഞ്ഞു, ഒരു മലയാളിയാന്ന് തോന്നുന്നു, പുള്ളി വരും, ഗൈഡ്. ഗൈഡ് വരും. എൻ്റെ റൂമിൽ പോറായില്ല, സോറി. നമ്മളിപ്പോൾ വണ്ടി കയറിയിട്ട് സൈറ്റ് സീയിങ്ങിന് പോവുക. കാര്യം ഇവിടുത്തെ ചെക്കിൻ ടൈം 3 മണിയാണ്. അപ്പോൾ ഉച്ചവരെ സൈറ്റ് സീയിങ്ങാണ്. അപ്പം അത് ലഗേജൊക്കെ എടുത്തിട്ട് ബിന്ദു ഗേറ്റ്. ബിന്ദു മീൻസ് ഗേറ്റ്. ഓക്കെ, സീ യു. സത്യം പറഞ്ഞാൽ നമ്മളൊരു എയർപോർട്ടിന് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നടന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ രാവിലെ ഒരു മോർണിംഗ് വാക്ക് നമുക്ക് ശീലമുള്ളതാണ് വീട്ടിൽ. അതുകൊണ്ട് നമ്മൾ നമ്മൾ അങ്ങേറ്റം എത്തിയപ്പോഴത്തേനും അവിടെ ഫുള്ള് എയർ ഏഷ്യ കിടക്കുന്നു. അപ്പോൾ ഒരു സെക്ഷൻ മൊത്തം മലേഷ്യൻ എയർലൈൻസ്, ഒരു സെക്ഷൻ മൊത്തം എയർ ഏഷ്യ. അപ്പോൾ എന്നാ വലിയ എയർപോർട്ടാണ് ഇത്. അതെ, നമ്മുടെ നമുക്കറിയാൻ പറ്റിയിട്ടല്ല, നമ്മൾ ചുമ്മാ വേണ്ടിട്ട്. ഞാനിപ്പോ നടന്നിട്ട് ആ സാധനത്തെ കൂടെ നടക്കുവാന്ന് തോന്നുന്നടാ ഫീൽ. മനസ്സിലായോ?
നമ്മുടെ ഗൈഡ് അവിടെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. പുള്ളിയെ പോയി കണ്ടുപിടിക്കണം. അതിന് എക്സിറ്റ് അറിയണം. എക്സിറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ എന്തിനാണ് നടക്കുന്നത്? നമുക്ക് ബാഗ് ഒക്കെ എടുക്കണ്ടേ? അയ്യോ, സിം എടുക്കണമല്ല, കൈ വരയ്ക്കുന്ന. ആ, എടുക്കാം. കൈ വരയ്ക്കാൻ തുടങ്ങി പിള്ളേർക്കൊക്കെ. അപ്പോൾ അത്യാവശ്യമായിട്ട് സിം ഇറക്കണം. എൻ്റെ പൊന്നൊന്നും പറയണ്ട. നമ്മളിറങ്ങി എന്നെ അവനെ കൂടെ അവർ പിടിച്ചിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഓഫീസിലേക്ക് വിട്ടു. അവിടെ പോയിട്ട് എന്തോ വെരിഫൈ ചെയ്യാനൊക്കെ മതി. ഇവരെല്ലാം ഇറക്കി. നമ്മളെ എന്നിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങി അവിടെ പോയിട്ട് വെരിഫൈ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. വിസിറ്റിങ്ങിന് വന്ന പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ. പിന്നെ കുഴപ്പമില്ല, വിട്ട് അവർ. ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് മനസ്സിലായി എന്താ പ്രശ്നം. പിന്നെ ഇപ്പോൾ ലഗേജ് എടുക്കാൻ പോവാം. നമ്മുടെ ലഗേജ് ഇവിടെ വന്നിട്ടുണ്ട്, അതിനെ എടുക്കട്ടെ. അതേ കിടക്കുന്നു എൻ്റെ ബാഗ്. യെസ്, അങ്ങനെ അവസാനം എൻ്റെ ബാഗ് ഇത് കിടക്കുന്നു. ഇവിടെ വന്ന് ട്രിവാൻഡ്രം ബാങ്കോക്ക്, ട്രിവാൻഡ്രം MH025 ആയിരുന്നു. 0205 ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. യെസ്, ഇറ്റ്സ് മൈ ബാഗ്. അങ്ങനെ ബാഗ് സെറ്റായി. ഇനി അവരെവിടെ വന്നു നോക്കട്ടെ. അവരുടെ ബാഗ് സംഭവം കൊള്ളാട്ടോ. നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ പോയിട്ട് നല്ലതാണ്. അതായത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും കാര്യത്തിൽ പിടിക്കുന്നതൊക്കെ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് അവർക്ക് ബാഗ് കിട്ടി. നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട് ഏകദേശമൊക്കെ പുറത്തായി. എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് ഇറങ്ങണതിലെ പാടുണ്ടല്ലോ. ഒന്നുമില്ല, സൈസ് ഉള്ളതുകൊണ്ട് പറയായിരുന്നു. എന്നിട്ട് നമ്മൾ വന്നപ്പോഴത്തേനും പ്രത്യേകിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ബാഗ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് പറഞ്ഞാൽ അഴിച്ച് ചെക്ക് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബാഗ് ഒന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ നേരെ ഇറങ്ങി പോന്നപ്പോൾ ഇവിടെ സിം എടുക്കാൻ വേണ്ടി നിൽക്കുക. അവിടെയാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡ് അവിടെ കാണും. നമുക്ക് അവിടെ പോയി നോക്കാം. വലിയ എയർപോർട്ടാട്ടോ. ഇതിനകത്ത് പുറത്തിറങ്ങാൻ വലിയ പാടാണ്. $2000 ആയി സിം കാർഡ് എടുത്തതിന്. 5 ദിവസത്തെയാണെന്ന് തോന്നുന്നു. 5 ദിവസത്തെ 8 ദിവസത്തെ എന്തോ അൺലിമിറ്റഡ്. പക്ഷേ നമുക്ക് ഓൺലൈനായിട്ട് ഈ സിം ശരിക്കും എടുക്കാൻ പറ്റും. ഈ സിം ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ അവൻ എടുത്തില്ല. അവന് ഈ സിം സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. ഐഫോണിൽ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അവൻ എടുത്തില്ല. അതിന് $1200 എന്തോ ഉള്ളായിരുന്നു തോന്നുന്നു, അൺലിമിറ്റഡ് 5 ദിവസത്തേന്. നമ്മൾ പിന്നെ എയർപോർട്ടിൽ നോക്കിയപ്പോൾ അവിടെ $1000 സിം ഉണ്ടായിരുന്നു. ഏതൊരു 1 സെനോക്സോ അങ്ങനെ എന്തോ പറഞ്ഞത്. അത് സംതിങ് എത്രയായിരുന്നു? അതും $1000 സംതിങ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ $2000 ഈ സിമ്മിന്. അപ്പോൾ സിം വരുന്നവരൊക്കെ സിം നേരത്തെ എടുത്ത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത്ര കത്ത് റേറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇറങ്ങി ഗൈഡിനെ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണെങ്കിൽ താഴെ എങ്ങോട്ട് പോയി നിൽക്കുക. നമ്മളെ പിടിക്കാൻ വന്നൊന്നുമില്ല. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സിമ്മൊക്കെ എടുത്തു. സിം എടുത്തു, പക്ഷെ ഹോട്ട്സ്പോട്ട് കണക്കാവുന്നില്ല. നമ്മൾ എന്നിട്ട് അവരെ കുറേ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അകത്തു ഞങ്ങൾ ഇൻ്റർനാഷണൽ അറൈവൽസിൻ്റെ അകത്തുനിന്നാണ് എടുത്തത്. അപ്പം തിരിച്ച് കയറാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം സിമ്മൊക്കെ എടുക്കുകയാണെങ്കിൽ പുറത്തിറങ്ങി എടുത്താലും മതി. പുറത്തിറങ്ങിയാലും കിട്ടും. നമ്മൾ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് എടുക്കുക. പക്ഷെ അത്ര എക്സ്പെൻസീവ് $2000 ഒന്നും ഇല്ല. നമുക്കത് കുറച്ച് നഷ്ടമായി. പോട്ടെ, കുഴപ്പമില്ല.